എന്റെ അമ്മേ, എല്ലാ പാത്രം കഴുകി കഴിഞ്ഞു, കിച്ചനും വൃത്തിയാക്കി വെച്ചു. ഇനി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ത്രാണി എനിക്കില്ല. അതെ, പുറത്തുപോയിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ ശവം കാണേണ്ടി വരും. നോക്കിക്കോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. പിന്നെ ഞങ്ങൾ ഇന്ന് പാവഭാജി പാർട്ടി നടത്തി. പക്ഷെ നിങ്ങളാണെങ്കിൽ ഇന്ന് ഒരുപാട് മധുരം കഴിച്ചിട്ടുണ്ടാവും. അതത്രേ ഉള്ളൂ. വലിയ ആൾക്കാരുടെ പാർട്ടിയല്ലേ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീസ്, ഷാഹി പനീർ, രസ്മലായി, രസ്ഗുല, വേറെ എന്തൊക്കെ ഡിഷസ് ആയിരിക്കും. പിന്നെ നമ്മുടെ ജിലേബി, അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങള്? അതെ, തീർത്തു. ഇത്രയും സാധനങ്ങളുടെ പേര് കേട്ടിട്ട് വിശപ്പ് പൊട്ടിപ്പുറപ്പെടാതിരിക്കട്ടെ. അതായത് വീണ്ടും ഇനി അഥവാ വിശക്കുവാണെങ്കിലേ അബദ്ധത്തിൽ പോലും പുറത്തു പോയി ഒന്നും കഴിച്ചേക്കല്ലേ മോനിക്ക ചേട്ടത്തി. അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ശിക്ഷയായിരിക്കും കിട്ടുന്നത്. കഴിഞ്ഞ തവണ പാസ്ത കഴിച്ചിട്ട് ഇഷയ്ക്ക് കിട്ടിയതുപോലെ. ഇവിടെ ഞങ്ങൾ എല്ലാരും ചുട്ടെടുത്ത ഉണങ്ങിയ റൊട്ടി കഴിക്കുമ്പോ അവളൊരു മഹാറാണി പാസ്ത കഴിക്കാൻ പുറത്തു പോയിരിക്കുക. ഇതിന്റെ ശിക്ഷ നിനക്ക് ഉറപ്പായിട്ടും തരും. ഇവളല്ലേ ഈ ചവറൊക്കെ ഇവിടെ ഇട്ടത്, അപ്പൊ പിന്നെ വൃത്തിയാക്കുന്നത് ഇവള് തന്നെയായിരിക്കും. ഇല്ല, ഞങ്ങൾ ചിലപ്പോ പുറത്തു പോകുന്നത് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടോ. അതിന് മാത്രം ഭക്ഷണമല്ലേ കഴിച്ചത്. അത് ശരിയല്ലേ ചേട്ടാ, അല്ലേ? അതെ, കാറ്റ് കൊള്ളാൻ വേണ്ടി പോവാ. ശരി, എന്നാ നിങ്ങൾ പോയി കാറ്റ് കൊണ്ടോ. ചെല്ല്. ബൈ. അപ്പൊ മനുഷ്യ കഴിച്ചുമില്ല കുടിച്ചുമില്ല, അതിനിടയ്ക്ക് ഇതുപോലെ 2 പാറകള് വേറെ. ഇന്ന് രാവിലെ ഏത് കാലമാടിനെയാണ് ഞാൻ കണിയണ്ടേന്ന് അറിയാൻ വയ്യ. എന്റെ മനുഷ്യ, എനിക്കാണെ വിശന്നിട്ട് കണ്ണ് കാണാൻ പോലും പറ്റുന്നില്ല. കരയല്ലേ. ഇന്നത്തെ നമ്മുടെ തലവരയില് കരയാനും വെള്ളം കുടിച്ച് കിടന്നുറങ്ങാനാ പറഞ്ഞിട്ടുള്ളത്. ആരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിച്ചത്? സോറി ഡാഡി, എന്റെ ശ്രദ്ധ മുഴുവൻ ഫോണിലായിരുന്നു, അറിയാതെ തട്ടി വീണത്. നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല, ഞാൻ ആകാശത്തോട്ട് നോക്കി നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക. നീ എന്ത് മണ്ടത്തരവാടി ചോദിക്കുന്നത്? പിന്നെ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുമല്ലേ ചെയ്യുന്നേ? നിനക്ക് ഈ ഉറക്കം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലേ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴാ? പറ. പക്ഷെ ഈ കാര്യം നമുക്കിടയിൽ മാത്രമേ നിൽക്കുമെന്ന് സത്യം ചെയ്തത്. നീ ഒന്ന് പറ പെണ്ണേ. ഞാൻ ഗുലാബ് ബംഗ്ലാവിലാ ജോലി ചെയ്യുന്നത്. ഇഷ ചേട്ടത്തിയുടെ സഹോദരൻ ആരവില്ലേ, അദ്ദേഹത്തിന്റെ കെയർ ടേക്കിംഗ് ജോലി എനിക്ക് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞ തുടക്കത്തിലൊക്കെ സാർ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞാൻ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വയം മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാ. ഇപ്പോ അദ്ദേഹം എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാ കാണുന്നത്. എന്നെ നന്നായി നോക്കാറുണ്ട്. പിന്നെ അത് എനിക്കുണ്ടല്ലോ, അദ്ദേഹത്തോട് എന്തോ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നുന്നു. അവിടുന്ന് വന്ന ശേഷം അദ്ദേഹത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് ഇഷ ഇവിടെ ഇല്ലേ? അവളിത് എവിടെ പോയി?
ഇഷ ഇവിടെയും കാണുന്നില്ലല്ലോ. താങ്ക് ഗോഡ് സൂര്യചേട്ടൻ വരുന്നതിന് മുൻപേ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നോട് 100 ചോദ്യങ്ങൾ ചോദിച്ചേനെ. ചേടാ, ഇയാളിതിപ്പോ എവിടെ പോയിരിക്കുക? രാത്രി 11 മണിയായി. ഇത്രയും നേരമായിട്ട് ഇയാളിത് എവിടെ പോയിരിക്കുക? മനുഷ്യന്റെ ഉള്ള സ്വസ്ഥത കൂടെ കളയാൻ. ഇല്ല, തന്നിഷ്ടത്തിന് നടക്കുക ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. പിടിവാശിയാണല്ലോ. കാശ് സമ്പാദിക്കണമെന്ന് പറഞ്ഞാൽ അത് സമ്പാദിച്ചിരിക്കണം. അതാണ്. എന്ത് പറയാനാ, എവിടെയെങ്കിലും പെട്ടു കാണും. ഇനിയിപ്പോ ശരിക്കും എന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെന്ന് പെട്ടു കാണോ? ഇല്ലില്ല, അങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കാനാ? ഹലോ മാഡം, ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? എന്തേ എന്നെ കാണാതെ പേടിച്ചോ? അങ്ങനെ ഒരു ധാരണയും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഇയാളെ കുറിച്ച് ഓർത്ത് എനിക്കെന്ത് പേടി? അത് ശരി. അപ്പൊ പിന്നെ എന്ത് സന്തോഷത്തിലാ ഈ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നോണ്ടിരുന്നെ? ഞാൻ ഓടിപ്പോയെന്നാണ് വിചാരിച്ചത്. അല്ല, അപ്പൊ ഞാൻ പോകണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല? ഇല്ല, അല്ല, ഞാൻ ഉദ്ദേശം അങ്ങനെ അല്ലെന്നാ പറഞ്ഞേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ തൽക്കാലം ഇയാൾ ഇത് മാത്രം പറ. ഇയാൾ ഇത്രയും സമയം എവിടെ പോയിരിക്കായിരുന്നു? എന്നെ കുറിച്ച് ഓർക്കാത്ത ആളോട് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നേ? പിന്നെ ഇയാള് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് മനസ്സിലായി. താൻ എന്നെ കാണാതെ പേടിച്ചല്ലേ? അതുകൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിയേ. സോ താങ്ക് യു. അതെ മാഡം, ഞാൻ ഇയാൾ ഓർത്ത് പേടിച്ചിട്ടൊന്നുമില്ല, മനസ്സിലായോ? താങ്ക് യു. ഞാൻ നിനക്ക് 48 മണിക്കൂർ തന്നിട്ടുണ്ട്. അതിനുള്ളിൽ 11,580 രൂപ സമ്പാദിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ പെട്ടിയും കിടക്കയും എടുത്തോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ഒരു താങ്ക് യു അമ്മയോടും പറയാനുണ്ടായിരുന്നു അമ്മേ. ഒരു ബെറ്റാണെങ്കിൽ പോലും വല്യമ്മ എനിക്ക് കാശ് സമ്പാദിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി തന്നു. ഇന്നിതാ എന്റെ കൈകളിൽ എന്റെ അധ്വാനത്തിന്റെ ആദ്യത്തെ സമ്പാദ്യമുണ്ട്. നാളെ ഈ കാശ് വല്യമ്മയുടെ കൈകളിൽ വെച്ച് തരുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കും. Thank you for all. Good night. ഉറങ്ങുന്നതിന് മുന്നേ ഈ മുറിവ് മറച്ചു വെക്കണം. അഥവാ ബ്രഹ്മചാരി മുറിവെങ്ങാനും കണ്ട അയാളുടെ മനസ്സ് ഡിറ്റക്റ്റീവായി മാറും. പിന്നെ ആ പ്രഥമ പെണ്ണിന്റെ മുറിവും എന്റെ മുറിവും കൂടെ താരതമ്യം ചെയ്ത് 1 മിനിറ്റ് കൊണ്ട് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും.
ഇത് എന്റെ തലവണയാ, മനസ്സിലായോ? അതിൽ നിങ്ങളുടെ പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. പോയി വേറെ എടുത്തേ. ഇത് ഞാൻ നേരത്തെ എടുത്തതാ. ഇങ്ങനത്തോ ഇയാളോടൊരു കാര്യം ചോദിക്കട്ടെ. ആക്ച്വലി ഇന്ന് മുഴുവൻ ഇയാൾ എവിടെയായിരുന്നു? ഇങ്ങനെ കഷ്ടപ്പെട്ട് കാശ് സമ്പാദിച്ച് ഇയാള് എന്ത് തെളിയിക്കാനായി നോക്കുന്നേ? ഇയാൾ എന്താ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവാത്തത്? ഇയാൾക്ക് അവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാലോ. പ്ലീസ് ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. രാവിലെ എണീറ്റിട്ട് വഴക്കുണ്ടാക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല, ഇയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇതെന്താ ഇത്?